ഇടുക്കി ശാന്തൻപാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അടച്ചുപൂട്ടലിന്റെ വക്കിൽ. ജില്ലയുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് പുത്തൻ ഉണർവേകാൻ ആരംഭിച്ച കോളേജ് ഇന്ന് നാഥനില്ല കളരിയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കും കാരണം 7 വർഷമായി കോളേജിന്റെ നടത്തിപ്പ് അവതാളത്തിലാണ്. 2018 ശാന്തൻപാറയിൽ അനുവദിച്ച ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നിലവിൽ പ്രവർത്തിക്കുന്നത് പൂപ്പാറ പഞ്ചായത്ത് LP സ്കൂൾ കെട്ടിടത്തിലാണ്. 340 വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള കെട്ടിടത്തിൽ നിലവിൽ 100-ൽ താഴെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. കോളേജിന്റെ ആവശ്യമാണ്. കോളേജിന്റെ ആവശ്യപ്പെട്ടിട്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വർഷങ്ങൾ 7-8 കൊല്ലം ആയിട്ടും ഇതുവരെ പൂർത്തിയായിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കോളേജ് ഒരു പൂർത്തീകരിക്കാതില്ലാതെ കാരണം കൊണ്ട് ജനങ്ങളൊക്കെ തമിഴ്നാട്ടിലേക്കും പിന്നെ അന്യ സ്ഥലത്തിലേക്കും പോയാണ് പഠിത്തത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ റവന്യൂ വകുപ്പ് പൂപ്പാറയിൽ സ്ഥലം വിട്ടു നൽകിയിട്ട് വർഷങ്ങളായെങ്കിലും ഒരു കല്ല് പോലും ഇതുവരെ സ്ഥാപിച്ചില്ല. കുളപ്പാറച്ചാലിലെ കിൻഫ്ര അപ്പാരൽ പാർക്ക് കെട്ടിടത്തിലേക്ക് കോളേജ് മാറ്റാനുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കവും എങ്ങുമെത്തിയില്ല. ഹോസ്റ്റൽ സൗകര്യമില്ലാത്തതും ലാബുകളുടെ അഭാവവും വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമായി. മിനിമം 5 ഏക്കർ സ്ഥലമെങ്കിലും വേണം കോളേജിൻ്റെ കെട്ടിടം പണിയുന്നതിനും ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള തങ്ങുന്ന ഹോസ്റ്റൽ പണിയുന്നതിനും അനുബന്ധമായിട്ടുള്ള ഗ്രൗണ്ട് അങ്ങനെയുള്ള എല്ലാ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നതിന് വേണ്ടി. അതിപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് കോളേജ് കെട്ടിടം പണിയുകയും ശാന്തൻപാറ പഞ്ചായത്തിൻ്റെ ചേരിയാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് അവർക്കുള്ള ഹോസ്റ്റൽ സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള പ്രപ്പോസൽ വന്നു. പക്ഷേ ഇതൊന്നും പേപ്പറുകളിൽ ഒതുങ്ങിയതല്ലാതെ ഒന്നും പ്രാബല്യത്തിൽ വന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ള ഒരു സത്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. സ്വന്തം കെട്ടിടത്തിലേക്ക് മാറാത്ത സാഹചര്യത്തിൽ പുതിയ കോഴ്സുകൾക്ക് ലഭിച്ച സർവകലാശാല അംഗീകാരവും വൈകാതെ നഷ്ടമായേക്കും. നൂതന കോഴ്സുകൾ അവതരിപ്പിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും മാത്രമേ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാനാകൂ എന്നിരിക്കെ കോളേജിന് പൂട്ടുവീഴാതിരിക്കാൻ അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.